കാസർഗോഡ് ബാരിക്കാട് അഭയം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ജില്ലാ കളക്ടർ. സമീപ വീടുകളിലെ കിണറുകൾ മലിനമായതോടെ സെന്ററിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടും കുടിവെള്ളം ലഭിക്കാത്ത കാസർഗോട്ടെ ഒരു പ്രദേശം. സ്വകാര്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം കിണറുകൾ മെഡിക്കൽ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. ബാരിക്കാട് മേഖലയിലെ പ്രദേശവാസികളാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കിണറിലെ വെള്ളത്തിലെ രുചിമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോഴാണ് രാസമാലിന്യത്തിന്റെയും മെഡിക്കൽ മാലിന്യത്തിന്റെയും ഉയർന്ന തോത് കണ്ടെത്തിയത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള നിരവധി കിണറുകളാണ് ഇതുവരെ മലിനമായത്. ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മലിനമാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് അഭയം എന്നുള്ളത്. അത് ഇവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ അനുമതിയും കൊടുത്തുകൊണ്ടാണ് അധികാരികൾ ഇതിനു വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുള്ള ഇങ്ങനൊരു സ്ഥാപനത്തിനെതിരെയാണ് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. മലിനജലം ഉപയോഗിച്ച പലർക്കും ഇതിനോടകം നിരവധി രോഗങ്ങൾ പിടിപെട്ടു. ഞങ്ങൾക്ക് കുട്ടികളും ഇതെല്ലാം ഉണ്ടല്ലോ, പ്രായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത് കുടിക്കാനും പറ്റിയില്ല, കൈവാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിന് കേടെ പോകേണ്ടത്. വെള്ളമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. വേറെ എന്തൊരു വസ്തുവാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. ഈ വെള്ളം പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാണ്ട് പിന്നെ നമ്മൾ വേറെ എവിടെയും പോയി ജീവിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ അഭയം സെന്റർ മാറ്റി സ്ഥാപിക്കാൻ തന്നെ വേണം. പ്രദേശത്തെ സ്വകാര്യ ഡയാലിസിസ് സെന്റർ രാസമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതാണ് കുടിവെള്ളം മലിനമാകാൻ കാരണം. വിഷയത്തിൽ കളക്ടർ ഇടപെട്ടതോടെ ജനങ്ങൾ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇതുവരെ പരിഹാരമുണ്ടായില്ല. ധൃതിയിൽ അതിനുവേണ്ട എല്ലാ സെറ്റപ്പുകളും ഈ ചെങ്കള പഞ്ചായത്ത് ചെയ്തു കൊടുക്കുകയാണ്. നിയമവിരുദ്ധമായിട്ട് ഈ ചെങ്കള പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ അഭയത്തിന് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർ അതിനുള്ള എല്ലാ അനുമതികളും കൊടുത്തിട്ടുണ്ട്. അവരാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്. ചെങ്കള പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ പിന്നിൽ സഹായത്തിനായിട്ടുണ്ട്. ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.